ബി.ജെ.പി. വളരെ ശക്തമായി കളത്തിലേക്ക് ഇറങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ടാണ് വാർത്ത വരുന്നത്. മറ്റ് രണ്ട് മുന്നണികളും യു.ഡി.എഫും എൽ.ഡി.എഫും അങ്ങനെ സ്ഥാനാർത്ഥികളോട് നിശ്ചയിച്ച് നിങ്ങൾ പോയി പ്രവർത്തിച്ചോളൂ എന്നൊന്നും പറയുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ബി.ജെ.പി. കുറച്ചുകൂടി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് അസംബ്ലിയിലേക്കാണ് കേട്ടോ, നിയമസഭയിലേക്കാണ് 2026 ഏപ്രിലോ മെയിലോ വരാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഒരു 4-5 മാസം മുമ്പ് തന്നെ ബി.ജെ.പി. ആവശ്യമായ സന്നാഹങ്ങൾ ഒരുക്കുന്നു എന്നാണ് അണിയറയിൽ നിന്ന് വരുന്ന വാർത്തകൾ. നേമത്ത് മത്സരിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ്, നേരിട്ട് മത്സരിക്കും. കഴക്കൂട്ടം വീണ്ടും മത്സരിക്കുന്നതിന് വേണ്ടി വി മുരളീധരൻ തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. രണ്ട് സ്ഥലവും അദ്ദേഹം പിന്നെ ആറ്റിങ്ങൽ പിന്നെ റിസർവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രായോഗിക ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇവിടെ വരുന്ന ആറ്റിങ്ങൽ പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലം അല്ലെങ്കിൽ ഇവിടെ വരേണ്ടി വരും. കഴക്കൂട്ടം തന്നെയായിരിക്കും അദ്ദേഹം മത്സരിക്കുക. അതുപോലെ തന്നെ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം അവർ റെയിൽവേ ഒക്കെ ഉദ്ഘാടനത്തിനൊക്കെ അവരും ഉണ്ടായിരുന്നു, നിലവിളക്ക് കൊളുത്താനും ഒക്കെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ കായംകുളത്തേക്ക് പോകുന്നു. ഷോൺ ജോർജ് പാലായിൽ വലിയ മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. കാഞ്ഞിരപ്പള്ളി നമ്മുടെ പൂഞ്ഞാറിൽ അപ്പൻ തന്നെ ഇറങ്ങിയാലും കുഴപ്പമില്ല. PC ജോർജ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു. നമ്മുടെ അനൂപ് ജേക്കബ്, അതായത് പിന്നെ അനൂപ് ആൻ്റണി തിരുവല്ലയിൽ മത്സരിക്കാനായിട്ട് മാത്യു തോമസ് ശക്തനാണ്. മാത്യു തോമസ് മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കുകയുള്ളൂ. കാരണം സമുദായ ഘടകങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമാണ് തിരുവല്ല. പക്ഷേ എങ്കിലും അനൂപ് ആൻ്റണി അവിടെ മത്സരിക്കാൻ ഒരു സാധ്യത നോക്കുന്നു. ഇനിയുമുണ്ട് സുരേഷ് ഉണ്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ. സുരേഷ് ഉണ്ട്, ജനറൽ സെക്രട്ടറി. അത് കഴിഞ്ഞിട്ട് വൈസ് പ്രസിഡന്റ് ശ്രീലേഖ IPS ഉണ്ട്. കൃഷ്ണകുമാർ, സിനിമാ നടൻ കൃഷ്ണകുമാറുണ്ട്. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനുണ്ട്. കോഴിക്കോടേക്ക് പോകുമ്പോൾ നമ്മുടെ MT രമേശ് ഉണ്ട്. കാട്ടാക്കടയിലേക്ക് പോകുമ്പോൾ PK കൃഷ്ണദാസാണ്. നിരവധി തവണ മത്സരിക്കുകയും വലിയ ഫൈറ്റ് അവിടെ ഉയർത്തുകയും ചെയ്തിട്ടുള്ള PK കൃഷ്ണദാസ് ഉണ്ട്. നെയ്യാറ്റിൻകരയോ പാറശാലയോ കരമന ജയൻ്റെ സാധ്യത വളരെ വലുതാണ്. പിന്നെ VV രാജേഷ് ഉണ്ട് മത്സരിക്കാൻ. അങ്ങനെ വളരെ വലിയ ഒന്നാം നിര, രണ്ടാം നിര. പിന്നെ പാലക്കാട് വീണ്ടും കൃഷ്ണകുമാർ മത്സരിക്കുമോ അതോ കൃഷ്ണകുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മത്സരിക്കുമോ? അങ്ങനെയുള്ള വളരെ വലിയ, പിന്നെ സുരേഷ് ഗോപിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമോ? അതിൻ്റെ സാധ്യതയും പറയാൻ പറ്റത്തില്ല. MLA ആയി നിന്നുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയെ ലോഞ്ച് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമോ? MC വർഗീസ്, അതായത് കോൺഗ്രസിൽ നിന്ന് സ്വതന്ത്രനായി കോൺഗ്രസിൽ നിന്ന് വിമതനായി വന്ന് പിന്നെ CPM-ൻ്റെ സഹായത്തോടു കൂടിയൊക്കെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായിരുന്നു MC വർഗീസ്, ഇപ്പോൾ അവിടെ ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം BJP-യിൽ വന്നിട്ട് BJP സ്ഥാനാർത്ഥിയാകുമോ? അങ്ങനെ വളരെ പിന്നെ യുവമോർച്ചയുടെ ആളുകളുണ്ട്. യുവമോർച്ചയുടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ ആളുകളുണ്ട്. അങ്ങനെ പിന്നെ OBC മോർച്ചയുണ്ട്. അങ്ങനെ ഒത്തിരി ആൾ KP സുധീർ അടക്കമുള്ള ഉണ്ടല്ലോ. പിന്നെ SC/ST മോർച്ചയുണ്ട്, പിന്നെ ന്യൂനപക്ഷ മോർച്ചയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ തലത്തിലുള്ള ആളുകൾ, പിന്നെ നമ്മുടെ രാധാകൃഷ്ണൻ, നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ജേക്കബ് തോമസ് IPS, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള VC പിന്നെ അബ്ദുൽ എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ VC, അദ്ദേഹം നേരത്തെ മത്സരിച്ചതാണ്. അങ്ങനെയുള്ള ആളുകൾ പിന്നെ അങ്ങനെ തുടങ്ങി. പിന്നെ അബ്ദുള്ള കുട്ടിയുണ്ട്. ഇങ്ങനെ മുസ്ലിംസിലും ക്രിസ്ത്യനിലുമുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി വരുമോ? മുൻനിരയിൽ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെയോ സുരേഷ് ഗോപിയുടെയോ നേതൃത്വത്തിലുള്ള ഒരു ടീം. പിന്നെ ശ്രീധരൻ സാർ ഇനി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. പ്രായമൊക്കെ ആയതുകൊണ്ട് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ വേറെ ചില സെലിബ്രിറ്റികളെയൊക്കെ കൂടി ചിലപ്പോൾ, അല്ലെങ്കിൽ ഈ ടെക്നോക്രാറ്റുകളെയും സെലിബ്രിറ്റികളെയും പിന്നെ ബ്യൂറോക്രാറ്റുകളെയൊക്കെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ BJP-യുടെ ലിസ്റ്റ് വളരെ വലിയ തോതിലാണ് ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉപോത്ബലമായി നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, അങ്ങനെ BJP-ക്കാരായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട നേതാക്കളോട് അവരവരുടെ മണ്ഡലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ചില തീരുമാനങ്ങൾ പറഞ്ഞുവെന്നും അവർ ആ മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നും വിവിധ പരിപാടികളിലൊക്കെ പോയി ജനങ്ങളുടെ ആഭിമുഖ്യം നിലനിർത്തി കമ്മിറ്റികളൊക്കെ സജീവമാക്കി ഗ്രൂപ്പ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിയൊഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അവിടെ നിൽക്കുക. ഇനി അൽഫോൺസ് കണ്ണന്താനം കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. മത്സരിക്കുമെന്നറിയില്ല. ജോർജ് കുര്യൻ മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രിയായ സ്ഥിതിക്ക് കുറേ കൂടി വലിയ ഇതിലേക്കൊക്കെ വന്നല്ലോ, മത്സരിക്കുമോ? അതുപോലെ നെടുമങ്ങാട് JR പത്മകുമാർ വീണ്ടും മത്സരിക്കുമോ? VV രാജേഷ് ഒരിക്കൽ മത്സരിച്ചു, പത്മകുമാർ മത്സരിച്ചു. പത്മകുമാർ അവിടുത്തെ ഒരു സ്ഥിരം കാൻഡിഡേറ്റ് പോലെയാണ്. പത്മകുമാർ മത്സരിക്കുമോ? ആരാണ് നെടുമങ്ങാടിന് മത്സരിക്കുക? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ തോതിലുള്ള BJP ലിസ്റ്റ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ മണ്ഡലവും പിടിക്കുന്നതിനുള്ള ആളുകളുടെ പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുകയെന്നറിയില്ല. ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിലും
സ്ഥാനാർത്ഥികളോട് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റ്, സാധ്യതാ ലിസ്റ്റാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇതുപോലെ വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും CPI-യുടെയും ഒക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾ പുറത്ത് വിടുന്നതാണ്. കോൺഗ്രസിനകത്ത് തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ മത്സരിക്കുവാൻ ഇപ്രാവശ്യം ചട്ടം കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല MP-മാർ, കോൺഗ്രസിലെ MP-മാർ, രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്ന് താഴേക്ക് നിയമസഭയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ജയിക്കും, കാരണം അദ്ദേഹം MP ആണല്ലോ. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഇനി സംസ്ഥാനത്ത് മന്ത്രിയാവാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ആൻറ്റോ ആൻ്റണി പത്തനംതിട്ടയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ബെന്നി ബെഹനാൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്, സംസ്ഥാനത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഷാഫി പറമ്പിൽ ഇപ്പോൾ പല ചാട്ടമായി, പാലക്കാടായി, അവിടെ MLA ആയി, അവിടെ നേരെ വടകരയിൽ MP ആയി. ഇനി വീണ്ടും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇനി പാലക്കാട് തന്നെ വീണ്ടും നിന്ന് ജയിച്ച് അസംബ്ലിയിൽ മന്ത്രിയാകാനുള്ള UDF വരികയാണ്. കാരണം അദ്ദേഹം ന്യൂനപക്ഷത്തിൻ്റെ മുഖം കൂടിയാണ്, മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി നിന്ന് മത്സരിച്ച് ജയിച്ച് അദ്ദേഹം മന്ത്രിയാകുമോ UDF വന്നാൽ? അപ്പോൾ അങ്ങനെ അതിനകത്തും വലിയ രീതിയിലാണ് ആളുകളുടെ എണ്ണം വരുന്നത് ഇപ്രാവശ്യം. പക്ഷേ വേറൊരു തീരുമാനമാണ് ഇടതുപക്ഷം എടുക്കുന്നത്. ഇടതുപക്ഷം പരമാവധി ചെറുപ്പക്കാരികൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള വലിയ ലിസ്റ്റായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത്. അവരും ഈ പറഞ്ഞതുപോലെ സെലിബ്രിറ്റികളെയും പിന്നെ അല്ലാത്ത ആളുകളെയൊക്കെ അവരും പരിഗണിക്കും. എന്തായാലും വളരെ വലിയ തോതിലാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആരാണ് ജയിക്കുക, ആരാണ് തോൽക്കുക എന്നുള്ളതല്ല പ്രധാനം, സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. അതിൽ ഞാൻ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ലിസ്റ്റിലും ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വനിതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സെലിബ്രിറ്റികൾ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. CPM-ൻ്റെ ലിസ്റ്റിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കാരണം 10,000-ഓളം പ്രൊഫഷണലുകളെയാണ് അവർ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി താഴേക്ക് വിട്ടിരിക്കുന്നത്. ഈ 10,000 പേരും ഒന്നും മത്സരിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിൽ കുറേ പേരെ അസംബ്ലിയിലേക്കും പരിഗണിച്ചാലും അത്ഭുതമില്ല. ആ തരത്തിൽ വിവിധ തരത്തിലുള്ള വ്യത്യസ്ത തോതിലുള്ള സ്ഥാനാർത്ഥികളെ ലോഞ്ച് ചെയ്തുകൊണ്ട് കേരളം പിടിച്ചെടുക്കുക എന്നുള്ള നിലയിലാണ് 3 മുന്നണികൾ നിൽക്കുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 26-ൽ ഒരു ഭരണം വരിക അസാധ്യമാണെന്ന് അവർക്കും അറിയാം, മാലോഹർക്കെല്ലാം അറിയാം. പച്ചരി കഴിക്കുന്ന, നല്ല അരി കഴിക്കുന്ന, പായസം കുടിക്കുന്ന, പച്ചവെള്ളം കുടിക്കുന്ന, ചൂടുവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും അറിയാം 26-ൽ എന്തായാലും BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല. പക്ഷേ ഒരു 5 സീറ്റോ 10 സീറ്റോ അത് അന്തർധാര ഉണ്ടാക്കിയോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിന്നോ ഏത് തരത്തിലേക്കും നാക്കിയാലും ഇപ്പോൾ ഒരു ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് അവരെ പിടിച്ചിട്ടായാലോ, CPM-നെ പിടിച്ചിട്ടായാലോ, കോൺഗ്രസിനെ പിടിച്ചിട്ടായാലോ, എന്ത് അന്തർധാര ആരുമായിട്ട് ഉണ്ടാക്കിയിട്ടായാലോ അല്ലെങ്കിൽ സ്വതന്ത്രമായോ ഒരു 8-10 സീറ്റ് പിടിക്കാൻ പറ്റിയാൽ പിന്നെ പ്രതിപക്ഷമാവുക, പിന്നെ ഭരണപക്ഷമാവുക. അങ്ങനെ ഒരു 10 വർഷത്തേക്ക് പ്ലാനാണ് BJP വച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുകയെന്ന്. തീർച്ചയായിട്ടും BJP ഇപ്പോൾ ഒരു മുഴം മുന്നേ എന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥികളെ ഏകദേശം പ്രഖ്യാപിച്ച പോലെ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്.